ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 30-ാമത് വാക്യം. കള്ളൻ വിശന്നിട്ട് വിശപ്പടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല എന്നുള്ള വചനമാണ്. ഒരു മനുഷ്യൻ്റെ വിശപ്പുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന അനവധി ദൈവവചന ഭാഗങ്ങളുണ്ട്. മോഷണമെന്ന് പറയുന്നത് മറ്റൊരുവൻ്റെ സാധനം നാം കരസ്ഥമാക്കുക എന്ന് പറയുന്നത് തികച്ചും തെറ്റായ പ്രവണതയാണ്. എങ്കിലും ഒരു മനുഷ്യന് വിശന്നിട്ട് വിശപ്പടക്കുവാൻ വേണ്ടി അവൻ എന്തെങ്കിലും എടുക്കുന്നു എങ്കിൽ അത് പാപമായി, അത് അകൃത്യമായി, അത് തിന്മയായി കണക്കിടുവാൻ പാടില്ല എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ ഓർമ്മപ്പെടുത്തുന്ന പ്രമാണം. കൊയ്ത്തുകാർ കൊയ്യുവാനിറങ്ങുമ്പോൾ, പാടത്ത് കൊയ്തു പോകുമ്പോൾ അതിര് തീർത്ത് കൊയ്യുവാനും കാല പിറക്കുവാനും പാടില്ല എന്നൊരു പ്രമാണം ദൈവം വച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം വിശപ്പുള്ളവർക്ക്, അനാഥർക്കൊക്കെ വേണ്ടി അത് വിട്ടുകൊടുക്കണം എന്നുള്ള മാനദണ്ഡം തന്നെയാണ്. നാം വിശുദ്ധ ബൈബിളിൽ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ, വിശന്നവനായി കടന്നു വന്നിട്ട് അവൻ്റെ വിശപ്പിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അവരെ സഹായിക്കാതെ പോയതായ ആളുകളെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശന്നവനായി, ദാഹിച്ചവനായി, നഗ്നനായി, രോഗിയായി ഒക്കെ ഞാൻ നിങ്ങളുടെ അരികത്ത് വന്നപ്പോൾ നിങ്ങൾ എന്നോട് ന്യായമായത് തന്നില്ല, ചെയ്തില്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കാണ്. ആ വാക്കിനകത്ത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും ഒരു മനുഷ്യൻ വിശന്നവനായി, ദാഹിച്ചവനായി, രോഗിയായി, നഗ്നനായി, മുറിവേറ്റവനായി, തടവിലായവനൊക്കെ വളർന്നു വരുന്നെങ്കിൽ അവർക്ക് നാം ചെയ്തു കൊടുക്കേണ്ടുന്ന ആ പ്രമാണമനുസരിച്ച് അവർക്ക് നന്മ നൽകിക്കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നാം മറന്നു പോകരുത്. മത്തായി സുവിശേഷത്തിനകത്ത് 12-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ താഴേക്കുള്ള ചില ദൈവവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഓർപ്പിക്കുന്നത്, കർത്താവായ യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരുമായി ഒത്ത് ഇങ്ങനെ നടന്നു പോകുന്നതായ സന്ദർഭമാണ്. നന്നായി വിശന്നിട്ട് പാടത്തുകൂടി കടന്നു പോകുമ്പോൾ, പാടത്ത് കൊയ്ത്തിനു വേണ്ടി വളരെ കൃത്യമായി വിളഞ്ഞു കിടക്കുന്ന ഭൂമി കണ്ടിട്ട് ശിഷ്യന്മാർ ചെന്ന് ആ കതിർ പറിച്ച് തിന്നുവാനായിട്ട് ഇടയായി തുറന്നിട്ടുണ്ട് എന്നോർപ്പിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യവും ആ വാക്യത്തിൽ ഈ ഭാഗം ചിന്തയിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ദാവീദും തന്നോട് കൂടെയുള്ളവരുമൊക്കെ അവർ വിശന്നിട്ട് അവർ പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കുവാൻ പാടുള്ളതായ അപ്പം അവർ കഴിച്ചതായി രേഖപ്പെടുത്തുന്നുണ്ട്. ആ വാക്യത്തിനകത്ത് നോക്കുക, യേശു കർത്താവ് ശിഷ്യന്മാരത് പറിച്ചു തിന്നുന്നത് കാണുമ്പോൾ ഒന്നും പറയുന്നില്ല. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചിട്ടുണ്ട്, ശിഷ്യന്മാർ വിഹിതമല്ലാത്ത ചെയ്യുന്നത് കണ്ടോ, മറ്റൊരുവൻ്റെ നന്മ പറിച്ചെടുത്തുകൊണ്ട് പോകുന്നത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വിശന്നിട്ടാണ് അവരത് ചെയ്യുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത്, ഒന്ന്, വിശന്നു വരുന്നവന് നാം ആഹാരം കൊടുക്കണം, ദാഹിച്ചു വരുന്നവന് നാം ജലം കൊടുക്കണം, നഗ്നനായി വരുന്നവന് നാം വസ്ത്രം കൊടുക്കണം, അനാഥർക്കും വിധവകൾക്കും സംരക്ഷണം നൽകേണ്ട നാം അത് ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മോടുള്ള ആഴമായ ഒരു പ്രമാണം. വിശന്നു വരുന്നവൻ്റെ മറ്റൊരു പ്രമാണം, അവന് വിശപ്പടക്കുവാൻ എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നെങ്കിൽ അത് പ്രമാണ ലംഘനമല്ല എന്ന് ആധികാരികമായി ബൈബിൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആകയാൽ നമുക്ക് കരുതേണ്ടവരെ കരുതുവാനും സഹായിക്കേണ്ടവരെ സഹായിപ്പാനും ആ തലത്തിൽ നമ്മുടെ
വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ പ്രമാണങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ നമുക്കൊരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ അതിൻ്റെ നിലകളിൽ വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ നന്മകൾ പകരണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.